ഹലോ ഫ്രണ്ട്സ്, ജിയോളജി ഹൈവിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ചാനൽ എന്താണ്, എന്തൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ എയിംസ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ആ വീഡിയോ കാണാത്തവർക്കായി ഒരിക്കൽ കൂടി പറയുകയാണ്, ജിയോളജി എന്ന വിഷയത്തെയും അതിലെ രസകരമായ ക്യൂരിയസ് ആയിട്ടുള്ള ഫാക്ട്സിനെയും ആളുകളിലേക്ക് എത്തിക്കുക. കൂടാതെ ജിയോളജിയുടെ കോമൺ സിലബസ് വൈസ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ക്ലാസ് എടുക്കുക. അതുപോലെ തന്നെ ജിയോളജിയുടെ എക്സാംസ് നെറ്റ്, ഗേറ്റ്, GSI ഒക്കെ അപ്ഡേറ്റ്സ് അറിയിക്കുക, അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് അറിയിക്കുക. അതിനായി പ്രിപ്പയർ ചെയ്യുക എന്നതൊക്കെയാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നതിനായി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ജിയോളജി എന്താണ്, ജിയോളജിയെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജിയോളജിയുടെ സ്കോപ്പ് എന്താണ്, ഒരു കരിയർ വൈസ് എടുക്കുമ്പോൾ ജിയോളജി നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ, സബ്ജക്റ്റായിട്ട് എടുക്കുമ്പോൾ എവിടെയൊക്കെയാണുള്ളത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ സെഷൻ. ഫ്രണ്ട്സ്, എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ റീസെൻ്റ്ലി MSc ജിയോളജി പാസ് ഔട്ടായ സ്റ്റുഡൻ്റാണ്. ഞാൻ BSc ജിയോളജി തന്നെയാണ് എടുത്തത്. രണ്ടും MG യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. +2 സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എന്ത് വേണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ജിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റി കേട്ടറിയുന്നത്. ആക്ച്വലി ജിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അന്ന് +2 ലെവൽ ഒരു സബ്ജക്റ്റായിട്ട് ഉണ്ടായിരുന്നു. ബയോമാക്സ്, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറയുന്ന പോലെ. അന്ന് എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് +2 ഒക്കെ പൂർത്തിയാക്കി ഇനി എന്തെന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ജിയോളജി അവതരിപ്പിക്കുക, അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ജിയോളജി എത്തിക്കുക, തുടർന്ന് അവരുടെ പഠനവേളകളിൽ ജിയോളജിയിൽ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ സെഷനുകൾ എടുക്കുക എന്നൊക്കെ തന്നെയാണ് ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ജിയോളജിയെ പറ്റി ആളുകൾക്ക് ധാരണ വളരെ കുറവാണ്. ജിയോളജി എന്ന് പറയുമ്പോൾ ആർക്കിയോളജി, എഞ്ചിനീയറിംഗ്, ജിയോഗ്രഫി അങ്ങനെയൊക്കെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. സോ ഈ വീഡിയോയിലൂടെ നമുക്ക് ആ ഒരു ഡൗട്ട് മാറ്റാം. ജിയോളജി എന്ന വാക്ക് ആക്ച്വലി ജിയോ എന്നും ലോഗോസ് എന്നും പറയുന്ന 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നുണ്ടായതാണ്. ജിയോ എന്ന് പറഞ്ഞാൽ എർത്ത്, ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി. ആക്ച്വലി ജിയോളജി എന്ന് പറഞ്ഞാൽ ഭൂമിയെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അതായത് നമ്മുടെ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കോമ്പോസിഷൻ, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് അതിൽ ആക്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന രീതിയിൽ അതായത്, അങ്ങനെയൊക്കെയുള്ള സ്റ്റഡിയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു ഡൗട്ട് വന്നേക്കാം, ജിയോഗ്രഫിയും ഏറെക്കുറെ ഇത് തന്നെയല്ലേ? ഇതിൻ്റെ ഉത്തരം അല്ല എന്നാണ്. ആക്ച്വലി രണ്ടും എർത്തിനെ പറ്റിയുള്ള സ്റ്റഡി ആണെങ്കിൽ പോലും രണ്ട് ടൈപ്പാണ്. ജിയോഗ്രഫിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ എർത്തിൻ്റെ സർഫസിലുള്ള പ്രോപ്പർട്ടീസിനെ പറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള ഹ്യൂമൻ ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ ഇൻട്രാക്ഷനെയും പറ്റിയുള്ള സ്റ്റഡിയാണ്. ജിയോഗ്രഫിയിൽ നമ്മൾ ലേൺ ചെയ്യുന്നത് എർത്തിൻ്റെ സർഫസിലുള്ള എലമെൻസിനെ പറ്റിയാണെങ്കിൽ ജിയോളജിയിൽ നമ്മൾ എർത്തിൻ്റെ ഇൻറ്റേർണൽ സർഫസിനെ പറ്റിയാണ് ലേൺ ചെയ്യുന്നത്. ജിയോഗ്രഫി നേച്ചറിനെയും ഹ്യൂമണിനെയും ഫോക്കസ് ചെയ്യുന്ന സ്റ്റഡിയാണെങ്കിൽ ജിയോളജി നേച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്റ്റഡിയാണ്. ഇതിന് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. നിങ്ങളൊരു വോൾക്കാനോ കൺസിഡർ ചെയ്യുക. ആ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തതായും ഇമാജിൻ ചെയ്യുക. അവിടെ ഒരു ജിയോഗ്രഫറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ആ വോൾക്കാനോ ഇരിക്കുന്ന ലൊക്കേഷൻ മാർക്ക് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ വോൾക്കാനോയുടെ എഫക്റ്റ് എത്രമാത്രം ഏരിയകളിൽ ഉണ്ടാകും എന്ന് പ്ലോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ വോൾക്കാനോ അവിടുത്തെ ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ എൻവയോൺമെൻറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കും അതും മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഒരു ജിയോഗ്രഫറിൻ്റെ അവിടുത്തെ ഡ്യൂട്ടി. എന്നാൽ അവിടെയുള്ള ഒരു ജിയോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആ വോൾക്കാനോയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ മനസ്സിലാക്കുക. അതായത് ആ വോൾക്കാനോ എന്ത് ടൈപ്പാണ്, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ലാവയാണ് വരുന്നത്, ആ ലാവയുടെ പ്രത്യേകത എന്താണ്, ആ ലാവയിലുള്ള മെറ്റീരിയൽസ് എന്താണ്, മിനറൽസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള കാരണം, അതായത് ആ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ഒരു ജിയോളജിസ്റ്റിൻ്റെ കടമ. അപ്പോൾ ഇനി ആരെങ്കിലും ജിയോളജിയും ജിയോഗ്രഫിയും സെയിം ആണോ എന്ന് ഡൗട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ജിയോളജി ഫീൽഡിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. ജിയോളജി ഫീൽഡിൽ ഒരുവിധ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെല്ലാം മിനിമം യോഗ്യത MSc ജിയോളജിയാണ്. നിരവധി സെക്ടറുകളിൽ ജിയോളജിസ്റ്റ് എന്ന പൊസിഷനിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഓയിൽ ആൻഡ് ഗ്യാസ്, മൈനിങ്, എഞ്ചിനീയറിംഗ്, എക്സ്പ്ലോറേഷൻ എന്നിവയുടെ പ്രൈവറ്റ് ഗവൺമെൻറ് സെക്ടറുകളിലാണ് ജിയോളജിസ്റ്റ് എന്ന ജോബ് പൊസിഷൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുകൂടാതെ ജിയോ ഫിസിസ്റ്റ്, ഹൈഡ്രോ ജിയോളജിസ്റ്റ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എന്നീ പൊസിഷനുകളിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്.
നിരവധി എൻവയോൺമെന്റൽ ക്ലിയറൻസ് കമ്പനികളിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയർ, യങ് പ്രൊഫഷണൽ ജിയോളജി ആൻഡ് ജിസ് എന്നീ ജോബ് പൊസിഷനിൽ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എന്ന പോസ്റ്റിൽ, സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനികളിൽ, ലാബ്, സൈറ്റ്, റിപ്പോർട്ട് റൈറ്റിംഗ് എന്നീ സെക്ഷനുകളിൽ, GIS റിമോട്ട് സെൻസിംഗ് ബേസ്ഡ് കമ്പനികളിലും ജിയോളജി വിദ്യാർത്ഥികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ SSLC കഴിഞ്ഞ് ജിയോളജി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ +2 ലെവലിൽ ജിയോളജി കോഴ്സ് അവൈലബിൾ ആണ്. പ്രധാനമായും 3 കോഴ്സുകളുടെ കൂടെയാണ് ജിയോളജി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ജിയോളജി. രണ്ടാമത്തെ കോഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി. അവസാനത്തേത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോളജി. കേരളത്തിൽ ഏതൊക്കെ സ്കൂളുകളിലാണ് ജിയോളജി കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയുവാനായി ഞാനൊരു സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ +2 ബയോമാക്സോ കമ്പ്യൂട്ടർ സയൻസോ ആണ് ഈ പറഞ്ഞ കോഴ്സിന് പകരം എടുത്തതെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിഗ്രിക്ക് BSc ജിയോളജിയിൽ കയറാവുന്നതാണ്. BSc ജിയോളജി കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. ഈ യൂണിവേഴ്സിറ്റികളുടെ ജിയോളജി കോഴ്സ്, സിലബസ്, അവ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ എന്നിവ അതത് യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. BSc ജിയോളജി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSc ജിയോളജി അല്ലെങ്കിൽ MSc അപ്ലൈഡ് ജിയോളജി എന്നീ 2 കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ 2 കോഴ്സുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, MSc ജിയോളജിയിൽ നിങ്ങൾ ജിയോളജിയുടെ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ MSc അപ്ലൈഡ് ജിയോളജിയിൽ ജിയോളജിയുടെ റിയൽ വേൾഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഈ 2 കോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ, അവയുടെ സിലബസുകൾ എന്നിവ അതത് യൂണിവേഴ്സിറ്റികളിലെ സൈറ്റുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കാണമെന്ന് വിചാരിക്കുന്നു. ജിയോളജിയെ പറ്റിയുള്ള കൂടുതൽ രസകരമായ കണ്ടൻസും കാര്യങ്ങളും അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.